PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LGS 2024 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ LGSൻ്റെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു. അടുത്ത ഘട്ടങ്ങളിലോട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 200 മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായും ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എന്നെ കൂടാതെ അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നത് പോലെ തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിനൊന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് A വിഭാഗത്തിന് യോജിച്ചവ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടത് എന്താണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. അയ്യൻകാളിയുമായി ബന്ധപ്പെട്ടത് സാധുജന പരിപാലന യോഗം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യൻകാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എത്രയാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. വേലുത്തമ്പിയുടെ കലാപം, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. ഇപ്പൊ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. ദെൻ കുറിച്യ കലാപം 1812 നടക്കുന്നത്. കുറിച്യ കലാപം. പഴശ്ശി കലാപം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ഘട്ടം 1793 മുതൽ 97 വരെ. ദെൻ 1800 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപത്തിന്റെ 2ാം ഘട്ടം നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം വർഷങ്ങൾ ഇങ്ങനെ നമുക്ക് ഓർഡറിലാക്കിയിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും വർഷങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, തെഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? തെഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബംഗാളുമായി ബന്ധപ്പെട്ടതാണ് തെഭാഗ സമരം. അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, സിദ്ധു അതുപോലെ കാനു എന്ന് പറയുന്ന 2 പേര് സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്മഹൽ കുന്നുകളിൽ വെച്ച് നടന്ന സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട ആളുകളാണ് സിദ്ധു, കാനു എന്നിവർ. ബാക്കി റാണി ലക്ഷ്മിഭായ്, ബീഗം ഹസ്രത്ത് മഹൽ, താന്തിയ തോപ്പി നാനാ സാഹേബ്, കൻവർ സിംഗ് ഷാമൽ ഇവരെല്ലാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇവര് നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും കൂടെ നമ്മളോട് ചോദിക്കാറുണ്ട്. റാണി ലക്ഷ്മിബായ് നേതൃത്വം നൽകിയ സ്ഥലം ഝാൻസി ആണ്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ് ആണ്. കൂടാതെ ഗ്വാളിയോറിലും ആര് നേതൃത്വം നൽകിയിട്ടുണ്ട്? ഝാൻസി നേതൃത്വം നൽകിയിട്ടുണ്ട്. റാണി ലക്ഷ്മിബായ് നേതൃത്വം നൽകിയിട്ടുണ്ട്. റാണി ലക്ഷ്മിബായിയുടെ കൂടെ ഗ്വാളിയോറിൽ താന്തിയ തോപ്പി കൂടി ഉണ്ടായിരുന്നു നേതൃത്വം നൽകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയുമാണ് നേതൃത്വം നൽകിയത്. അതുപോലെ ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ലക്നൌവിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്, ആഗ്രയിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്, അവധിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. ലക്നൗ, ആഗ്ര, അവധ് എന്നീ സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇനി കൻവർ സിംഗ് അതുപോലെ തന്നെ ഷാമൽ എന്നാണ് തന്നിരിക്കുന്നത്. കൻവർ സിംഗ് നേതൃത്വം നൽകിയത് ആര, ജഗദീഷ്പൂർ എന്നീ സ്ഥലങ്ങളിലാണ്. നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ഷാമൽ നേതൃത്വം നൽകിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ
ബറൌട്ട് പർഗാനയിലാണ്. ബറൌട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയത് ഷാമലാണ്. ഇനി താന്തിയ തോപ്പി, നാനാ സാഹിബ് എന്നിവർ കാൺപൂരിൽ നേതൃത്വം നൽകി. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? താന്തിയ തോപ്പി, നാനാ സാഹിബ് എന്നിവരാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന കലാസൃഷ്ടി മൈക്കൽ ഏഞ്ചലോയുടേതാണ്. മൈക്കൽ ഏഞ്ചലോയുടേതാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് പറഞ്ഞിവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഏത് നദിയാണ് ഉത്ഭവിക്കുന്നത്? നർമ്മദാ നദി. നർമ്മദാ നദിയെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം എന്ന് പറയുന്നത് നീലഗിരിയാണ്. നീലഗിരി. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. കാരണം മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ചിനൂക്കാണ്. ചിനൂക്ക്. പക്ഷെ നമുക്കിവിടെ ഓപ്ഷനിൽ ചിനൂക്ക് എന്ന് പറയുന്ന ആൻസർ ഇല്ല. അതുകൊണ്ടാണ് PSC ഇത് ഡിലീറ്റ് ചെയ്തത്. അടുത്തത്, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അവസാദ ശിലകളാണ്. PSC തന്നിരിക്കുന്ന ഉത്തരം കേട്ടോ, അവസാദ ശിലകൾ. ജൂമിംഗ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അരുണാചൽ ഹിമാലയം. ഇന്ത്യയിലെ ജോഷി മഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജോഷി മഠ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ഫൈബർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി. സൈദ് വിളകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി പഴമാണ് സൈദ്. റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ഗോതമ്പ്. ഒറൈസ സറ്റൈവ എന്ന് പറയുന്നത് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സൈദ് പഴം, റാബി ഗോതമ്പ്, ഒറൈസ സറ്റൈവ നെല്ല്. അടുത്തത്, 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് വിവരാവകാശമാണ്. ബാക്കി ഹരിത വളർച്ച, അടിസ്ഥാന വികസനവും നിക്ഷേപവും, യുവശക്തി ഇവയെല്ലാം അമൃതകാൽ എന്ന് പറയുന്നതിൽ 7 മുൻഗണനകളിൽ വരുന്നവയാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം ശരിയാണ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അതും ശരി. 2015 ജനുവരി 1 നിലവിൽ വന്നു. അതും ശരി. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. അതും ശരി. അപ്പം 4 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നിലവിൽ വരുന്നത് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. 2015 ജനുവരി 1 നിലവിൽ വരുന്നത്. ആസ്ഥാനം എവിടെയാ? ഡൽഹി.
അടുത്ത ചോദ്യം, ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 2020 മെയ് 12 പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് പദ്ധതി വരുന്നത്. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനാണ്. ഇപ്പം GST ബില്ല് നിലവിൽ വരുന്നത് 2017 ജൂലൈ 1 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. എപ്പോഴാണ്? 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പു നിയമം 2005 ഓഗസ്റ്റ് 23 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ മാസം 1 അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. GST ബില്ല് വരുന്നത് 2017 ജൂലൈ 1, ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 മാർച്ച് 15, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23, ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1. ഉത്തരം ഓപ്ഷൻ എ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധം ഇല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ബാക്കിയെല്ലാം കാർഷിക വികസനവും ഗ്രാമീണ വികസനവും എന്നുള്ളത് നബാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി നബാർഡുമായി ബന്ധപ്പെട്ടതാണ്. തെറ്റിയത് ഏതാ? 1980 ജൂലൈ 12 സ്ഥാപിതമായി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. 1982 ജൂലൈ 12 സ്ഥാപിതമാകുന്നത്. 1982 ജൂലൈ 12. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തവ ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം പഠിക്കാം. നിയമവാഴ്ച എന്ന ആശയവും പാർലമെന്ററി സമ്പ്രദായവുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തത്. അപ്പോൾ നീതിന്യായ പരിശോധന എവിടെ നിന്നും കടമെടുത്തു? നീതിന്യായ പരിശോധന USA കയ്യിൽ നിന്നും കടമെടുത്ത ആശയമാണ്. അവശിഷ്ട അധികാരം എവിടെ നിന്നാ? കാനഡയുടെ കയ്യിൽ നിന്നും കടമെടുത്തതാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായത് ഓപ്ഷൻ ബി ആണ്. 4 മാത്രം. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നതാണ് ശരിയായിട്ടുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിവയൊക്കെയാണ്. കോവാറന്റോ ഇവയാണ് 5 റിട്ടുകൾ. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ, കോവാറന്റോ. ഇതാണ് 5 തരം റിട്ടുകൾ എന്ന് പറയുന്നത്. ബാക്കി പ്രസ്താവനകൾ എന്തുകൊണ്ട് തെറ്റിപ്പോയി? ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. അത് തെറ്റാണ്. റിട്ട് എന്ന് പറയുന്ന ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ്. ഇനി മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. എന്ത് അധികാരത്തിൽ എന്ന അർത്ഥം വരുന്നത് കോവാറന്റോ എന്ന് പറയുന്ന റിട്ടാണ് എന്ത് അധികാരത്തിൽ എന്ന അർത്ഥം. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്നതാണ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ് 256 എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. 226 ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത്. സുപ്രീം കോടതിക്കാണെങ്കിലോ അത് 32 ഓർത്തിരിക്കുക. അടുത്തത്, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം ഏത്? പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 മാത്രം. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നില്ല. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ്? അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. 3 വ്യക്തികൾ നികുതി അടയ്ക്കുക എന്ന് പറയുന്നതാണ് ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത്.
ബാക്കി സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് 51A ഇയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക 51A ജിയിൽ പറയുന്ന കാര്യങ്ങളാണ്. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക 51A കെയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ 11 മൗലിക കടമകളിൽ ഈ 3 ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ വരുന്നത്. നികുതി അടയ്ക്കുക എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നില്ല. അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത്? പെടാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം പെടുന്നില്ല. അപ്പോൾ നമുക്ക് വിവേചന അധികാരത്തിൽ പെടുന്നത് എന്തൊക്കെയാണെന്ന് പഠിക്കാം. എന്തൊക്കെയാണ്? ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഇത് രണ്ടുമാണ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നവ. അടുത്തത്, ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉം ആണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരികൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ഇത്രയുമാണ് 7ാം പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. അടുത്തത്, കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ 1979 സ്ഥാപിതമായി, ശരിയാണ്. കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം, ശരിയാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര, അതും ശരിയാണ്. ശ്രീമതി ജയഡാളി MV ചെയർപേഴ്സൺ. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ്. 4ആണ് തെറ്റായത്. അപ്പോൾ ആശാഭവൻ എന്ന് പറയുന്നത് മാനസികാരോഗം ഭേദമായവരുടെ പുനരധിവാസ ലക്ഷ്യമാണ് ആശാഭവൻ. മഴവില്ല് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ്. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇനി തെറ്റിയത് എന്താണ്? കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നത് 1985 സെപ്റ്റംബർ 9 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1975 സെപ്റ്റംബർ 9 നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ വകുപ്പ് ഓപ്ഷൻ ബി ആണ്. 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് പറയുന്നു. വകുപ്പ് 312. ബാക്കിയെല്ലാം തെറ്റി. എന്തുകൊണ്ടാ? ഇവിടെ ഭരണഘടനാ ഭേദഗതി വകുപ്പ് എത്രയാണ്? 368 ആണ്. സ്വത്തവകാശം നിയമപരമായ അവകാശം ആർട്ടിക്കിൾ 300A ആണ്. പിന്നെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് 108 ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ തെറ്റിക്കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് നോക്കാം. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു, ശരിയാണ്. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു, അതും ശരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്, അതും ശരിയാണ്. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്, അതും ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ആണ് തെറ്റ്. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ്. നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വരുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതും ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്, അതും ശരിയാണ്. 3 എന്തുകൊണ്ടാണ് തെറ്റിപ്പോയേ? ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. 2007 നിലവിൽ വരുന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രി ആരാ? VS അച്യുതാനന്ദനാണ്. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ആണ് തെറ്റ്. ബാക്കി ആങ് സാൻ സൂക്കി ഭയത്തിൽ നിന്നുള്ള മോചനം, നെൽസൺ മണ്ടേല
സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സൽമാൻ റുഷ്ദി സാത്താന്റെ വചനങ്ങൾ. ഇത് മൂന്നും കറക്റ്റ് ആണ്. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായത് ഓപ്ഷൻ ബി ആണ്. 3. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്നുള്ളതാണ് ശരി കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വൻകുടലിൽ വിസർജിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ജീവകം കെ ആണ്. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാവുന്ന അസ്ഥിരോഗം ഏത്? ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാവുന്ന അസ്ഥിരോഗം ഓസ്റ്റിയോപോറോസിസ് ആണ്. ഓസ്റ്റിയോപോറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കീലസന്ധി. ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു. ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ആൽഫ വൈറസ് ആണ്. ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സ്വാൻറ്റെ പാബോയാണ്. സ്വാൻറ്റെ പാബോ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി എന്താണ്? അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായിട്ട് നടപ്പിലാക്കുന്ന പരിപാടിയാണ് വിവ കേരളം. വിവ കേരളം. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ എന്താണ്? ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. അടുത്തത്, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു, അത് ശരിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു, അതും ശരിയാണ്. ഇവിടെ ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റു ആണ് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആരാണ് പ്രസിഡന്റ് ആയത്? ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്, 2ആണ് തെറ്റിപ്പോയത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. ഖേദ സമരം, ചമ്പാരൻ സമരം, കൂടാതെ അഹമ്മദാബാദ് തുണിമിൽ സമരവും കൂടെ വരുന്നുണ്ട്. അഹമ്മദാബാദ് തുണിമിൽ സമരവും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചമ്പാരൻ സമരം 1917 നടക്കുന്നത്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ബീഹാറിൽ വെച്ചിട്ടാണ്. ചമ്പാരൻ സമരം 1917 ബീഹാറിൽ വെച്ച് നടക്കുന്നു. ഖേദ സമരവും അഹമ്മദാബാദിലെ തുണിമിൽ സമരവും നടക്കുന്നത് 1918 രണ്ടും 1918 ഗുജറാത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. 3 ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ വരുന്നു. അടുത്തത്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. അംഗമല്ലാതിരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ്. അപ്പോൾ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, അതുപോലെ പെത്വിക് ലോറൻസ് എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അതിലെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെത്വിക് ലോറൻസ് ആയിരുന്നു. പെത്വിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ഇവിടെ കഴ്സൺ പ്രഭു ആണ് നടപ്പിലാക്കിയത് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. വെല്ലസ്ലി ആണ് നടപ്പിലാക്കുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. 1798 നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. മൗലാന മുഹമ്മദ് അലിയും അതുപോലെ മൗലാന ഷൗക്കത്ത് അലിയുമാണ് അലി സഹോദരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചത് അയർലൻഡിന്റെ കയ്യിൽ നിന്നാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ.
ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? അധികാരം പാർലമെന്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരം. താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. 2 പാലിയം സത്യാഗ്രഹം. വക്കം അബ്ദുൽ ഖാദർ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ടി.കെ. മാധവൻ, അത് ശരി. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആളാണ് കെ. കേളപ്പൻ, അതും ശരിയാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പി സ്വാമികളുടെ രചനകൾ 1ഉം 4ഉം ആണ്. വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ രചനകൾ എന്ന് പറയുന്നത്. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഓപ്ഷൻ ഡി ആണ്. കോവിലകത്തും വാതുക്കൽ, അതുപോലെ തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു എന്നിവയാണ്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമിയാണ്. വർഷം 1836 എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 4 മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയത് എന്നത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 നടന്നത്. കലാപകാരികളെ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഫ്രാൻസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ബാർലിയാണ്. ബാർലി എന്ന് പറയുന്നത് റാബി വിളയിൽ വരുന്നതാണ്. റാബി വിളകളിൽ വരുന്നതാണ് ബാർലി. ബാക്കി ചോളം, നെല്ല്, പരുത്തി എന്നിവ ഖാരിഫ് വിളകളാണ്. അടുത്തത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം. ആദ്യത്തെ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചത് പെരുങ്കുളമാണ്. പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി അഥവാ GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 101ാം ഭേദഗതിയാണ് GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. ഇപ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആയിട്ടുള്ളത് ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ്. ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ്. അടുത്തത്, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. കണ്ടൽ വനങ്ങളാണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്നത് നർമ്മദാ നദിയാണ്. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടത്? സുന്ദരവനം ഡെൽറ്റ രൂപപ്പെടുന്നത് ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നതാണ് സുന്ദരവനം ഡെൽറ്റ.
ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമാവുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപത്ര ആരംഭിച്ച സംസ്ഥാനം? മിഷൻ ഭൂമിപത്ര ആരംഭിച്ചത് ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല? ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അനുഭവപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായത് വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട് ജില്ലയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? പക്ഷിഗ്രാമം നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന ജലാശയം വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥാപിക്കപ്പെടുന്നത് ആലുവയിലാണ്. ആലുവ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, മേപ്പാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വരുന്നത്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി? ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആര്? നിയമിക്കുന്നത് പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന് പറയുന്നത് വയലോപ്പിള്ളി ശ്രീധരമേനോന്റേതാണ്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്നത് ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തെലങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജ്യത്ത് 5G സേവനങ്ങൾക്കാണ് നരേന്ദ്രമോദി തുടക്കം കുറിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രജന്ത്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. വിറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. എയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണ്. വിറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്? ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്, സ്റ്റേപ്പിസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മണ്ണൂത്തിയാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം? നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയെയാണ്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സ്വാൻഡെ പേബോയ്ക്കാണ്, സ്വാൻഡെ പേബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ആണ്, മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതു ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഏതു ഗുണമാണ്? അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കി. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? മെർക്കുറിയുടെ അയിര് സിനബാർ.
പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ആഹാര സാധനങ്ങൾ പാചകം ചെയ്യാൻ കഴിയുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? പേപ്പർ രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? കൊതുകിന്റെ മുട്ട വിരിയാൻ എടുക്കുന്നത് 8 ദിവസമാണ്. പുകവലി മൂലമുണ്ടാവുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്, കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം? ചലനരഹിത സന്ധിയാണ് തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയം തിരഞ്ഞെടുക്കുക. വിസർജനാവയവം ഏതാണ്? വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി? 4 അറകളുള്ളത് മനുഷ്യനാണ്, മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏത്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ബി ആണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? ഓപ്ഷൻ എ ആണ്, താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ഏതാണ്? ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷർ. അടുത്തത് ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി? ജലദോഷത്തിന് കാരണം വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി? കോളറയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയ ആണ്, ബാക്ടീരിയ. അടുത്ത ചോദ്യം നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇടനാടാണ്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഉപദ്വീപ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? വരയാടുകൾക്ക് പ്രസിദ്ധമായത് ഇരവികുളം ദേശീയോദ്യാനം. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? മാർത്താണ്ഡവർമ്മ പാലം പെരിയാർ നദിക്ക് കുറുകെ. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല? പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ളത് തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ജാറിയയാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് അറിയപ്പെടുന്നത്, ജാറിയ. ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഹരിതമിത്ര പുരസ്കാരം പച്ചക്കറി കർഷകന് നൽകുന്ന പുരസ്കാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ജോഗ് ഫോൾസ് വെള്ളച്ചാട്ടം, ജോഗ് ഫോൾസ്. കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം? കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൂന്നാർ ആണ്, മൂന്നാർ. ഇന്ത്യയുടെ തദ്ദേശീയമായ കോവിഡ്-19 വാക്സിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കോവാക്സിൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആണ്, പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുകലാണ്, പോത്തുകൽ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാന്യപ്പുര ഉത്തരമഹാസമതലമാണ്, ഉത്തരമഹാസമതലം. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷോളയാർ അണക്കെട്ട് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ് ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. ദണ്ഡി കടൽപ്പുറം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കെ കേളപ്പൻ. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത് പോലീസ്. രവികുമാർ ദാഹിയ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ്. ഉത്തരവാദിത്വ ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടതാണ് സൈമൺ കമ്മീഷൻ. ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭമാണ് സിവിൽ ആജ്ഞാ ലംഘനം. കോട്ടയത്തെ രാജാവായിരുന്നു ആര്? പഴശ്ശി രാജാവ്. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം ഏതാണ്? മലബാർ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പങ്കെടുത്തവരിൽ പ്രധാനിയായിരുന്നു ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? സ്വാമിത്തോപ്പ് അയ്യ വൈകുണ്ഠ സ്വാമിയുടെ ജന്മസ്ഥലം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഭാഗം 4A. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആര്? മുഹമ്മദ് റിയാസ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് CP രാമസ്വാമി അയ്യർ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യാപ്പള്ളം. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണപ്പെടുന്നത് മധ്യപ്രദേശ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡ്. ലോക ബാങ്കിന്റെ മറ്റൊരു പേര് IBRD. താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ C ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാബായ് നവറോജി ആയിരുന്നു എന്നുള്ളതും ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2ഉം ശരിയാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് വെള്ളനാട്. ശരിയായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ C ആണ്. വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത്. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ്? ഹിപ്പോപ്പൊട്ടാമസിന്റെ തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ സ്രവം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു? കപ്പപ്പാട്ട് എന്നിവ മാപ്പിളപ്പാട്ടുകളിൽ വരുന്നതാണ്. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി ഓപ്ഷൻ D ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. നെഹ്റു ഗോൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ആഗാഖാൻ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈയിടെ അന്തരിച്ച അകിത മിയാവാക്കി ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അകിത മിയാവാക്കി. മെയ് 2021 കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് ഏതാണ്? ടൗട്ടെ ആണ്. അടുത്ത ചോദ്യം,
ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം. കാഴ്ചയുമായി ബന്ധപ്പെട്ടത് ജീവകം എ. സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് ഏത്? നെല്ല് പവിത്രയാണ്, പവിത്ര. അടുത്തത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി. പെരിയാറിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്, ആന. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസ്. കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല. നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്. താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏത്? കോവിഡ് വാക്സിൻ ഓപ്ഷൻ എ ആണ്, ജോൺസൺ ആൻഡ് ജോൺസൺ. അടുത്തത് അറ്റോമിക നമ്പർ 13 മാസ് നമ്പർ 22 ആയ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 9 ആണ് വരുന്നത്. 9. 22 നിന്നും 13 കുറച്ച് കഴിഞ്ഞാൽ 9. അടുത്തത് താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത് ഏത്? സംക്രമണ മൂലകം അല്ലാത്തത് കാൽഷ്യമാണ്. അപ്പോൾ സിങ്ക്, കോപ്പർ, കൊബാൾട്ട് എന്നിവയെല്ലാം എന്താണ്? സംക്രമണ മൂലകങ്ങളിൽ വരുന്നതാണ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. കാന്തം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്, അൽനിക്കോ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് മൈക്രോഫോൺ ആണ്. ബാക്കി ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രിക് ഫാൻ, ലൗഡ് സ്പീക്കർ എന്നിവ ഒരേ ഗണത്തിൽ പെടുന്നവയാണ്. ഇവിടെ മൈക്രോഫോണിൽ സൗണ്ട് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി, ശബ്ദോർജം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും വൈദ്യുതോർജമാണ് മാറുന്നത്. ഇലക്ട്രിക് മോട്ടോർ ആണെങ്കിലും ഇലക്ട്രിക് ഫാൻ ആണെങ്കിലും ലൗഡ് സ്പീക്കർ ഒക്കെ ആണെങ്കിൽ വൈദ്യുതോർജമാണ് കൺവേർട്ട് ആവുന്നത്. മൈക്രോഫോണിലാണെങ്കിൽ ശബ്ദോർജം കൺവേർട്ടായിട്ട് വൈദ്യുതോർജം ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് തനിയെ നിൽക്കുന്നത്. അടുത്ത ചോദ്യം, കാറ്റിനേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവമാണ്? കാറ്റിനേഷൻ എന്ന് പറയുന്നത് കാർബണിന്റെ സ്വഭാവമാണ്. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം 5 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ്. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം 5 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ് ആസ്ട്രോസാറ്റ് കേട്ടോ, ആസ്ട്രോസാറ്റ്. 2020 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിഷയമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, തമോഗർത്തം. ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത്. ഈ നൊബേൽ സമ്മാനം ഒക്കെ ലേറ്റസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, കോഡൊക്കെ ഉപയോഗിച്ചിട്ട്. ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് 1980 മെയ് 8 കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം. കൊഴുപ്പിൽ ലയിക്കാത്തത് ജീവകം സി ആണ്. ജീവകം സിയും ബിയും ഏതിലാണ് ലയിക്കുന്നത്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ബാക്കിയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. എ, ഡി, കെ അതുപോലെ ഇ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗമാണ് ഇൻഫ്ലുവൻസ. കുരങ്ങുപനിയായി അറിയപ്പെടുന്നത്. കുരങ്ങുപനിയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് ആണ് കുരങ്ങുപനിയായിട്ട് അറിയപ്പെടുന്നത്. ലോക കൈ കഴുകൽ ദിനം. ലോക കൈ കഴുകൽ ദിനം ഓപ്ഷൻ ബി ആണ്, ഒക്ടോബർ 15. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ്, പൂനെ. അടുത്തത് DPT അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിൻ ആണ്? DPT അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ എന്നിവയ്ക്കുള്ളതാണ്. ഓക്കെ, ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ അഥവാ പെർട്യൂസിസ് എന്ന് പറയും. അതാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ DTP എന്ന് പറയുന്നത് ട്രിപ്പിൾ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഏത്? ജീവിതശൈലി രോഗം ഓപ്ഷൻ എ ആണ്, അർബുദം, പ്രമേഹം, പക്ഷാഘാതം. അർബുദം, പ്രമേഹം, പക്ഷാഘാതം. കേരള സർക്കാരിൻ്റെ അവയവദാന പരിപാടി. കേരള സർക്കാരിൻ്റെ അവയവദാന പരിപാടിയാണ് മൃതസഞ്ജീവനി. ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ എന്ന് എല്ലാവർക്കും അറിയാം. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കാനായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീമതി വീണ ജോർജ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്.
TPRൻ്റെ പൂർണ്ണരൂപം, TPR എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അപ്പോൾ 2021 ലോകാരോഗ്യ ദിന സന്ദേശം, 2021 ലോകാരോഗ്യ ദിന സന്ദേശം എന്ന് പറയുന്നത് ബിൽഡിംഗ് എ ഫെറർ ഹെൽത്തിയർ വേൾഡ് എന്നുള്ളതാണ്. 2024 ലോകാരോഗ്യ ദിന സന്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ഏകദേശം 200 ചോദ്യങ്ങളോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്